Good morning, dear students. Today we are going to learn the subject financial markets and services, and today's topic is money market instruments. We have studied different money market instruments, that is treasury bill, call money, commercial bill, certificate of deposits, commercial papers, interbank participate certificates, money market, mutual funds, and repos, right? The first five for the first five money market instruments we have discussed, and today we are going to discuss the sixth money market instrument, that is interbank participant certificate. Okay, what is interbank participant certificate? Interbank participant certificate, interbank participation certificate means it is the transaction in between the banks. The name itself, it is clear that interbank. Interbank means between the banks. Okay, here one bank, the bank with shortage of fund, ഒരു ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് ആണ് എന്നുണ്ടെങ്കിൽ the bank will create a certificate called participation certificate. Okay, അതെന്തിൻ്റെ ബേസിലാണ് ഫോം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ്. ഈ ബാങ്കിന് എന്തൊക്കെ ലോൺസ് ഈ ബാങ്ക് കിട്ടാനുണ്ട്, ഇഷ്യൂ ചെയ്തിട്ട് കിട്ടാനുണ്ട്, എന്തെല്ലാം ക്രെഡിറ്റ്സ് കിട്ടാനുണ്ട്, അതിൻ്റെ ബേസിൽ ഈ ബാങ്ക് ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അത് എന്നിട്ട് ഒരു സർപ്ലസ് ഫണ്ടുള്ള ബാങ്കിന് അത് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, സർപ്ലസ് ഫണ്ടുള്ള ബാങ്ക് അത് എന്ത് ചെയ്യുന്നു, ഈ സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു. എന്നിട്ട് എത്രയാണോ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ഉള്ളത് അതിൻ്റെ 40% ഈ ഷോർട്ടേജ് ഉള്ള ബാങ്ക്സിനത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ banks can raise short-term surplus short-term money through this interbank participation certificate. ഇവിടെ എല്ലാ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് the banks with shortage of fund is issuing to the surplus bank. Okay, then for that issuing bank is required to prepare a certificate to the purchaser of the bank. Okay, and the issuing bank have to repay the amount of the certificate on the due date to the purchaser of the participation certificate. എത്രയാണോ മെച്യൂരിറ്റി ഡേറ്റ്, ആ ഡേറ്റ് വരുമ്പോൾ ഈ ഇഷ്യൂയിങ് ബാങ്ക് എന്ത് ചെയ്യണം, ആ എമൗണ്ട് റീപേ ചെയ്യേണ്ടതാണ്. The next is IBPCs, interbank participation certificates are of two types. One is risk sharing and without risk sharing. ഓക്കെ, റിസ്ക് ഷെയറിങ്ങിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ലോൺസ് അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ കംപ്ലീറ്റ് റിസ്ക്കും ആ സർപ്ലസ് ബാങ്ക് ഏറ്റെടുക്കുന്നതായിരിക്കും. അങ്ങനത്തെ കേസിൽ ആ ലോണ് കംപ്ലീറ്റ് റിക്കവറീസ് ആ ലോണ് റിക്കവർ ചെയ്യുന്ന ടൈമിൽ എന്താണോ ആ റിക്കവർ ചെയ്ത എമൗണ്ട് അത് ഇഷ്യൂയിങ് ബാങ്കും പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കും പ്രൊപ്പോർഷനേറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിത്തൗട്ട് റിസ്ക് ഷെയറിങ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ റിസ്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇഷ്യൂയിങ് ബാങ്ക് എന്താണോ എമൗണ്ട് സർട്ടിഫിക്കറ്റ് ഈ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ത്രൂ ഇയാൾക്ക് കിട്ടിയത് ആ എമൗണ്ട് ആ മെച്യൂരിറ്റി ഡേറ്റിൽ അത് റീപേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മിനിമം പീരീഡ് ഇസ് 91 days ആൻഡ് മാക്സിമം പീരീഡ് ഇസ് 180 days in case of risk sharing. In case of risk sharing, minimum period is 91 days and maximum period is 180 days. And in case of non-risk sharing, the period is limited to 90 days. Okay, then second feature is
the amount that is to be provided is 40% of the outstanding limit. എത്രയാണോ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ഉള്ളത് ആസ് പെർ ദ ബാലൻസ് ഷീറ്റ് അതിൻ്റെ 40% ആയിരിക്കും പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് ടു ദി ഇഷ്യൂയർ ഓഫ് ദ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ഡിറ്റർമൈൻഡ് ബൈ ദ ഇഷ്യൂയിങ് ബാങ്ക് ആൻഡ് ദ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. ഓക്കെ, ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫണ്ട് ഷോർട്ടേജ് ഉള്ള ബാങ്ക്, അതാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇഷ്യൂയിങ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ആര്? പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. ഓക്കെ, then they have to enter into a contract in the prescribed format, and this certificate is not transferable and it cannot be redeemed before the due date. എപ്പോഴാണോ ഡ്യൂ ഡേറ്റ് എത്തുന്നത് ആ സമയത്ത് മാത്രം റീപേ ചെയ്താൽ മതി, അതിന് മുൻപ് ഇത് റിഡീം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ഇൻ കേസ് ഇപ്പോൾ മെച്യൂരിറ്റി ടൈം എത്തുമ്പോഴേക്കും ലോണിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, കംസ് ഡൗൺ, ലോൺ എമൗണ്ട് വളരെയധികം കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അത് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിന് അത് നഷ്ടമായിരിക്കും അല്ലേ? ഈ ലോൺ എമൗണ്ട് കണ്ടിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്? ആ റിസ്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ആ ലോൺ എമൗണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ടിന് എത്രയാണോ കുറഞ്ഞു പോയത് ആ എമൗണ്ട് ഇഷ്യൂയിങ് ബാങ്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിന് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഓൺ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടുള്ള എമൗണ്ട് ആർക്ക് പേ ചെയ്യേണ്ടതാണ്? ഇഷ്യൂയിങ് ബാങ്ക് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിന് പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് ഇഷ്യൂ അലോങ് വിത്ത് ദ അഗ്രീഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അത് റിസ്ക് ഷെയറിങ്ങിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ എത്രയാണോ ലോണിൻ്റെ എമൗണ്ട് കംപ്ലീറ്റ് റിക്കവർ ചെയ്തത് ആ റിക്കവർ ചെയ്ത എമൗണ്ട് അഗ്രീഡ് പ്രൊപ്പോർഷനിൽ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. നോൺ റിസ്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, റിസ്ക് ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ കംപ്ലീറ്റ് എത്രയാണോ എമൗണ്ട് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് പ്രൊവൈഡ് ചെയ്തത് ആ പ്രൊവൈഡ് ചെയ്ത ബാങ്ക് മെച്യൂരിറ്റി ഡേറ്റിൽ അത് റീപേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് then next is money market mutual fund. money market mutual fund എന്ന് പറയുന്നത് it is investing in a mutual fund that is in money market. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ എന്തായിരിക്കും? ലെസ് ദാൻ 1 year ആയിരിക്കും. ഇറ്റ് ഈസ് വെരി ലിക്വിഡ് ഫോം ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് വെരി സേഫസ്റ്റ് ഫോം, സെക്യൂർ ഫോം ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് ടു കൺസിഡർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഈസ് ബീങ് ഓഫേർഡ് ബൈ ദി മണി മാർക്കറ്റ്. എത്രയാണ് മാർക്കറ്റ് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഹിയർ 2 types of money market mutual funds are there. That is, first is institutional money market mutual fund. institutional money market mutual fund എന്ന് പറഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗവൺമെൻറ്, ബിസിനസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹ്യൂജ് സം ഓഫ് മണി ദേ വിൽ ബി ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് retail money market mutual fund. In case of retail money market mutual fund, the investors will be individuals. Okay, individuals will be the investors. Okay, the next is the limit. To invest in this money market mutual fund, this limit should not exceed 2% of the aggregate deposit. എത്രയാണോ ഡെപ്പോസിറ്റ് ഉള്ളത് അതിൻ്റെ ഇൻ കേസ് ഓഫ് ബാങ്ക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ഡെപ്പോസിറ്റിൻ്റെ 2%ലും കൂടാനായിട്ട് പാടില്ല. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൽ എത്രയാണോ അവരുടെ ലോങ് ടേം ഡൊമസ്റ്റിക് ബോറോയിങ്സ്, അവരുടെ ലോങ് ടേം ബോറോയിങ്സ് എത്രയാണോ ആ ബോറോയിങ്സിൻ്റെ 2%ലും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് റീപർച്ചേസ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ റെപ്പോസ് ഓർ റെഡി ഫോർവേഡ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സോ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. Okay, and study well. Then a repurchase agreement means it is a transaction. Okay, here one mistake is the
repo is a transaction. Okay, you read it as a transaction. It is a typing error. It is typed as transportation. Okay, so you please correct it and read as transaction. Okay, repo is a transaction in which two parties agree to sell and repurchase the same security. Okay, ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലൊരു ഫണ്ടില്ല, ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ളൊരു സെക്യൂരിറ്റി ഞാൻ വേറെ ആൾക്കത് വിൽക്കുന്നു. പക്ഷെ ഞാൻ വിൽക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്നുണ്ട്, ഫ്യൂച്ചർ ഡേറ്റിലെ ഫ്യൂച്ചർ പ്രൈസിൽ അത് എനിക്ക് തന്നെ റീസെല് ചെയ്യണം എന്നുള്ള ബേസിലാണ് ഞാനതിപ്പോൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ടു പാർട്ടീസ് എഗ്രി ടു സെൽ ആൻഡ് റീപർച്ചേസ് ദ സെയിം സെക്യൂരിറ്റി. ബയ്യറോട് എന്ത് പറയുന്നുണ്ട്, ആ ഫ്യൂച്ചർ ഡേറ്റിലെ ഫ്യൂച്ചർ പ്രൈസിൽ എനിക്ക് അത് റീസെല് ചെയ്യണം എന്ന ബേസിലാണ് ബയ്യർക്ക് നമ്മളത് സെല്ല് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഫണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാനതിപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ഫണ്ട് എനിക്ക് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ സെക്യൂരിറ്റി മിസ്സാവുന്നില്ല. സെക്യൂരിറ്റി ആ ഫ്യൂച്ചർ ഡേറ്റിൽ എനിക്ക് തന്നെ അത് വീണ്ടും റീപർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അതിന് വില കൂടിയെന്ന് വരാം, വില കുറഞ്ഞെന്ന് വരാം. അതാണ് ബയ്യറുടെ പ്രോഫിറ്റും സെല്ലറുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ അത് വില നന്നായിട്ട് കൂടി എന്നുണ്ടെങ്കിൽ അത് ബയ്യർക്ക് അത് പ്രോഫിറ്റ് ആയിരിക്കും. ഫ്യൂച്ചറിൽ അത് വില നന്നായിട്ട് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് സെല്ലർക്ക് അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, ഇനി repurchase the same security at a mutually decided future date and a price. Okay, then buyer purchases securities with an agreement to resell the same to the seller on the agreed date in future. Okay, buyer is also agreeing to resell the same on a future date and at a predetermined price. Okay, അപ്പോൾ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്, അപ്പോൾ ഇപ്പോൾ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 lakh ഞാനിപ്പോൾ വാങ്ങി, ഫ്യൂച്ചറിൽ എനിക്ക് ആ 1,50,000 rupees, ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സെക്യൂരിറ്റി ഞാനിപ്പോൾ 1 lakhന് ഞാനത് സെല്ല് ചെയ്യണം. എന്നിട്ട് ഫ്യൂച്ചറിൽ ആഫ്റ്റർ 6 months ഞാൻ പറയുകയാണ് എനിക്കത് 1,50,000 എനിക്കത് തരണം എന്ന് പറയുമ്പോൾ, ഫ്യൂച്ചറിൽ ആ വാല്യൂ ഓഫ് സെക്യൂരിറ്റി കൂടി എന്ന് വിചാരിക്കാം. 2 lakh ആയി എന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നത് 1,50,000 അപ്പോൾ എനിക്കത് ലാഭമായിരിക്കും. ഇൻ കേസ് ആ സെക്യൂരിറ്റിയുടെ വില വളരെ കുറഞ്ഞു എന്ന് കരുതുക, ഓൺലി 1 lakh ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനത് 1,50,000 വാങ്ങുന്നത്. അപ്പോൾ 50,000 എനിക്ക് ലോസ് ആയിരിക്കും, ബയ്യർക്കത് ലാഭമായിരിക്കും. ഓക്കെ, ദെൻ this transaction is called repo from the viewpoint of seller. സെല്ലറിൻ്റെ വ്യൂ പോയിൻറ്റിൽ അത് റെപ്പോ എന്ന് പറയുന്നു. അത് ബയ്യറിൻ്റെ വ്യൂ പോയിൻറ്റിൽ, ആരാണോ ഫണ്ട് സപ്ലൈ ചെയ്യുന്നത് അയാളുടെ വ്യൂ പോയിൻറ്റിൽ അത് റിവേഴ്സ് റെപ്പോ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഇൻ ഇഫക്റ്റീവ് എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് വെച്ചാൽ, സെല്ലർ ഓഫ് ദ സെക്യൂരിറ്റി, ഞാൻ എന്താ ചെയ്യുന്നത്, ബോറോസ് മണി ഫോർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഫണ്ട് ബോറോ ചെയ്യണം. ആ പീരീഡിനെയാണ് പറയുന്നത് റെപ്പോ പീരീഡ്. അറ്റ് എ പെർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിനെയാണ് പറയുന്നത് റെപ്പോ റേറ്റ്. ഓക്കെ, ആൻഡ് മ്യൂച്വലി അഗ്രീഡ് വിത്ത് ദ ബയ്യർ ഓഫ് ദ സെക്യൂരിറ്റി. എന്നിട്ട് ആ സെക്യൂരിറ്റിയുടെ ബേസിൽ ബയ്യർ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്ത് ഓൾ അബൌട്ട് റെപ്പോസ്. ഓക്കെ, സോ ഹിയർ our money market instruments, the topic money market instruments are completed today. The 8 money market instruments you have to study in detail, and if you have any doubts please note it down, and in Zoom meeting we can clear all I'll clear you all your doubts. Okay, then thank you.